ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ടോപ്പിക്ക് എംപാത്സ് എന്തുകൊണ്ടാണ് കൂടുതൽ സഫർ ആവുന്നത് എന്നുള്ളതാണ്. അതായത് അൺഅവേക്കൻഡായിട്ടിരിക്കുമ്പോൾ അവർ ഗോ ത്രൂ ആവുന്ന സർക്കംസ്റ്റാൻസസ് ഡിഫറെൻ്റ് ആണ്, സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ സർക്കംസ്റ്റാൻസസിലൂടെ ഗോ ത്രൂ ആയി മുമ്പോട്ട് വന്ന് സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ ഗോ ത്രൂ ആയി ഒരു സ്റ്റേജ്, അതായത് ഒരു ബാലൻസിങ് സ്റ്റേജ് വരുമ്പോൾ പോലും പലപ്പോഴും ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നും ഏത് അൺഹീൽഡ് വേർഷൻ നമ്മളിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഇടയ്ക്കൊക്കെ വരുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് ട്വിൻ ഫ്ലെയിംസിന് മാത്രമായിട്ടല്ല, സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ ഗോ ത്രൂ ആവുന്ന ഏതൊരു എംപാത്ത് എന്ന് പറയുമ്പോൾ അവർ ഹൈലി സെൻസിറ്റീവായിട്ടുള്ള എനർജിയുള്ള മാസ്റ്റർ സോൾസാണ്. ട്വിൻ ഫ്ലെയിംസ് മാത്രമാവണമെന്നില്ല, ഹൈ ആയിട്ടുള്ള ഒരു ഡിവൈൻ ടാസ്കുമായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മാസ്റ്റർ സോൾസിനെയാണ് എംപാത്സ് എന്ന് പറയുന്നത്. ഇവരെപ്പോഴും സെൻസിറ്റീവായിരിക്കും, അവരുടെ എനർജി അതേപോലെ തന്നെ കുഞ്ഞിലെ തൊട്ടേ ഓഡ് വൺ ഔട്ട് ഫീലാവും. അതായത് ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെയും കൂടുതൽ കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് എംപാത്സ് അൺഅവേക്കൻഡ് ആയിട്ടുള്ളപ്പം കൂടുതലായിട്ട് സഫർ ആവുന്നത്? കാരണം ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എപ്പോഴും എംപാത്സ് എന്ന് പറയുന്നത് ഒരു സോളിറ്റ്യൂഡിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റി നോംസിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാവരും ബിഹേവ് ചെയ്യുന്ന പോലെ, എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരു ലൈഫ് ജീവിക്കാൻ വന്നവരല്ലായിരിക്കാം. അപ്പോൾ ചൈൽഡ്ഹുഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് ആ ഒരു ഓഡ് വൺ ഔട്ട് ബിഹേവിയർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മേ ബി അത് നമ്മുടെ ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ള സമൂഹം എന്ന് പറയാം. ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, കൂട്ടുകാരായിരിക്കാം, സ്കൂൾസിലായിരിക്കാം, കോളേജസിലായിരിക്കാം, വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സായിരിക്കാം, ഒക്കെയും അക്സെപ്റ്റ് ചെയ്യാൻ വഴിയില്ല ഈ ഒരു ബിഹേവിയറിനെ. അതായത് എല്ലാവരുടെയും കൂടെ ഫിറ്റ് ഇൻ ആവുക എന്നുള്ള ഒരു അജണ്ട അറിഞ്ഞോ അറിയാതെ നമ്മളിലേക്ക് ഫീഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫിറ്റ് ഇൻ ആവുക എന്ന് പറയുന്നത് നമ്മളുടെ സോൾ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് വന്നവരല്ല. പക്ഷേ ഈ നല്ല കുട്ടി അതായത് ഒരാളുടെ ബുക്സിൽ ഗുഡ് ടേംസിൽ ഇരിക്കാനായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും? ആ ഒരു കാര്യങ്ങളിലേക്ക്, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പല കാര്യങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവരെ പോലെ ജീവിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വാലിഡേഷന് പോവും ആൾക്കാരിലേക്ക്. ഇത് വളരെ കുഞ്ഞിലത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ചൈൽഡ്ഹുഡിൽ ഗോ ത്രൂ ആവുമ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് നമ്മളിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഫിയർ ബേസ്ഡ് എനർജി നമ്മളിൽ കിടപ്പുണ്ടായിരിക്കും. നമ്മൾ ഓഡ് വൺ ഔട്ടാണെന്നുള്ള ഒരു റിയാലിറ്റീനെ നമ്മളിൽ അക്സെപ്റ്റ് ചെയ്യാണ്ട് ആ ഒരു എനർജീനെ സപ്രസ് ചെയ്തുകൊണ്ട് എല്ലാവരെയും പോലെ നമ്മളുടെ ലൈഫിനെ ലീഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഒരു പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു വാലിഡേഷൻ്റെ എനർജിയും നമ്മളിലേക്ക് വരും. അപ്പോൾ ഈ പീപ്പിൾ പ്ലീസിങ് എനർജി വരുമ്പോഴത്തേക്ക് ആ ഫിറ്റിൻ ആവാനായിട്ടുള്ള ഒരു യുദ്ധമാണ് എന്നും ഏത് സമയത്തും ഈ ഒരു എംപാത്സ് കുഞ്ഞിലെ തൊട്ടേ ഗോ ത്രൂ ആവുന്നത്. അപ്പോൾ ഫിറ്റിൻ ആവാനായിട്ടെന്ന് പറയുമ്പോൾ മേ ബി ഈ ഒരു പെയിനിനെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സോൾ അവിടെ ആ ഒരു പ്രോസസ്സിനെ ശരിക്കും പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് പെയിനും ട്രോമേഴ്സും ഒക്കെ കുഞ്ഞിലെ തൊട്ടേ തന്നെ ലോൺലിനെസ്സൊക്കെയും ഫീൽ ആവുന്നത്. അപ്പോൾ പിന്നെയും ഈ പെയിനിനെ, ഈ ലോൺലിനെസ്സിനെ സപ്രസ് ചെയ്യാനായിട്ട് നമ്മളൊക്കെയും നമ്മളുടെ ആ ഒരു എനർജീനെ വാലിഡേഷനായിട്ട് പോകുമ്പോഴത്തേക്ക് മേ ബി സ്റ്റഡീസിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇമ്പാക്റ്റ് കൊണ്ട്, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ മൈൻഡ് ഓറിയൻറ്റഡായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്ക് നമ്മുടെ എനർജീനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓഫ് കോഴ്സ് നമ്മളൊക്കെ മാസ്റ്റർ സോൾസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു പ്രാവീണ്യത എന്നൊക്കെ പറയും, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനൊക്കെ
ഉള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഹൈലി ഗ്രാസ്പിംഗ് പവറാണ്. വിസ്ഡത്തിലേക്ക് നമ്മൾ ട്യൂൺഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു സ്കിൽ നമ്മളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മൾട്ടി ടാലൻറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മേ ബി സ്റ്റഡീസിൽ നമ്പർ 1 ആയിരിക്കാം, സ്പോർട്സിൽ നമ്പർ 1 ആയിരിക്കാം, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തികളിലും ഏതൊരു കർമ്മങ്ങളിലും, ഈവൻ കുക്കിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നവരായിരിക്കാം. അതല്ലാതെ ഇനി ഏതെങ്കിലും സ്കില്ലൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പെട്ടെന്ന് ആ കാര്യങ്ങളെ പഠിച്ചെടുത്ത് അവിടെ ടോപ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൂടെ വരുന്ന ഔട്ട്കമ്മിൽ നമ്മളൊക്കെയും നമ്മളുടെ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് നോക്കും. പക്ഷേ നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ സോൾ ഡ്രൈവൻ ഒരു പാത്തിലാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഹാപ്പിനെസ് കണ്ടെത്തുമ്പോൾ എന്നുമെന്നും ഇതൊരു പ്രോസസ്സാണ്, എന്നുമെന്നും ഇതൊരു ടാസ്ക്കാണ് നമുക്ക് മറ്റുള്ളവരിലൂടെ ആ ഒരു ഹാപ്പിനെസ്സിലെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട്, സൊസൈറ്റി നോംസിൻ്റെ അനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്സും, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും നമ്മൾക്ക് തരുന്ന പെയിനുണ്ട്. ആ പെയിനിലൂടെ നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സോൾ നമുക്ക് റിമൈൻഡ് ചെയ്യുകയാണ് നമ്മളുടെ പർപ്പസ് ഇതല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മേ ബി ഒരു അവേക്കനിങ്ങിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ് കിട്ടിയ ജോലി ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് നേടിയെടുത്ത പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നത്. അതായത് നമ്മൾ പറയും മാട്രിക്സ് കൊളാപ്സ് ആവുന്നു, 3D കൊളാപ്സ് ആവുന്നു ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ. സ്പെഷ്യലി ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഈ ഒരു 3D കൊളാപ്സിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ, അവേക്കനിങ്ങിൽ വരുമ്പോൾ അത് നാച്ചുറലി നടക്കും. അതായത് നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്തോട്ടെ, നമ്മൾ ഇത് വേണ്ടാന്ന് പറഞ്ഞ് എത്രത്തോളം അതിലേക്ക് അറ്റാച്ച്ഡായി നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് പെയിൻ കിട്ടും. അപ്പോൾ അവേക്കനിങ്ങിൽ വന്നു കഴിഞ്ഞു നമ്മൾ ഈ കാര്യങ്ങളുടെയൊക്കെ അവെയർനെസ് നമ്മളിലുണ്ട്. അതായത് നമ്മളുടെ പർപ്പസ് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് സോൾ പർപ്പസ് ആവാം, ലൈഫ് പർപ്പസ് ആവാം. അതൊക്കെ മനസ്സിലായിട്ടും പലപ്പോഴും നമുക്ക് ബ്ലോക്സ് വരാറുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ഒരു പർപ്പസിലേക്ക് ആ ഒരു ബെസ്റ്റ് വേർഷനിൽ വരാനായിട്ട് നമുക്ക് ബ്ലോക്സ് വരാറുണ്ട്. പലപ്പോഴും നമുക്കറിയില്ല എന്താണ് ഈ ബ്ലോക്സ് എന്നുള്ളത്. അപ്പോൾ ഇത് തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ ഇന്നർ ചൈൽഡ് വൂൺസ് ആണ് നമ്മളിൽ കിടക്കുന്നത്. അതായത് ഓഫ് കോഴ്സ് നമ്മൾ ഈ ഇന്നർ ചൈൽഡ് വൂൺസിനെയൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ത്രൂ ഒക്കെ ക്ലെൻസ് ചെയ്യുമായിരിക്കും, ഹീൽ ചെയ്യുമായിരിക്കും എനർജറ്റിക് വേയിൽ. പക്ഷേ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ട്. അതായത് ഹീലിംഗ് നടക്കുമ്പോൾ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ സോൾ, ഇത് മൂന്നും കൂടെ അലൈൻ ആവാനുള്ള ഒരു പ്രോസസ്സാണ് ഹീലിംഗ്. നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ കാമാക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല ടൂൾസ് ഉപയോഗിച്ച് നമ്മുടെ സോളിലേക്ക് എത്താനായിട്ട് നമ്മൾ പല സ്പിരിച്വൽ ടൂൾസ് പഠിക്കുന്നുണ്ട്. പല സ്പിരിച്വൽ ടൂൾസിലൂടെ, പല സ്പിരിച്വൽ എക്സസൈസുകളിലൂടെ സോളിൻ്റെ എനർജറ്റിക് വേയിലേക്ക് കണക്റ്റ് ആകാനായിട്ട് ട്രോമാസിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇതെല്ലാം നമ്മൾ ഗ്രൗണ്ട് ചെയ്യേണ്ടത് നമ്മളുടെ ബോഡിയിലേക്കാണ്. അതായത് ഇത്രയും നാഡീവ്യൂഹമുള്ള ഈ ഒരു ബോഡിക്ക് എല്ലാം ഓർമ്മ കാണും. നമ്മൾ ഗോ ത്രൂ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മൈൻഡ് പലപ്പോഴും അതിനെ മറന്നു പോകും. പക്ഷേ നെർവസ് സിസ്റ്റംസിൽ ആ ഒരു ബാഗേജ് കിടക്കും. അപ്പോൾ എഗെയിൻ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെയും ഈ ഒരു നെർവസ് സിസ്റ്റം റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ശരിക്കും നമ്മൾക്ക് ബ്ലോക്സ് വരുന്നത്. മനസ്സിലാക്കുക, നമ്മൾ എനർജറ്റിക് വേയിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നുണ്ട് പല എനർജീസിനെയും. പക്ഷേ അതിനെ നമ്മൾ പലപ്പോഴും നെർവസ് സിസ്റ്റത്തിലേക്ക്, അതായത് നമ്മുടെ ബോഡീൻ്റെ പാർട്ടിലേക്ക്, ഓരോ പാർട്ടിലേക്കും നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കേജസ്, അതായത് അവെയർനെസ്സിൽ നമ്മളിരിക്കും, ഇതാണ് എൻ്റെ പാത്തെന്നറിയാം, ഇതാണെന്നറിയാം, പക്ഷേ അവിടേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഗൈഡഡ് മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ എന്നും ഒരു 10 to 15 minutes ഒരു സൈലൻറ്റ് മെഡിറ്റേഷൻ നമ്മളെ കേൾക്കാനായിട്ട് ആ ഒരു സമയം നമ്മൾക്ക് വേണ്ടി എടുക്കുക എന്നുള്ളതാണ്. അതായത് ആ സമയത്ത് നമ്മൾക്ക് ജസ്റ്റ് കണ്ണടച്ച് തേർഡ് ഐ ചക്രയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഒന്ന് കാണുക ആസ് ആൻ ഒബ്സർവർ, വെളിയിലത്തെ ഒരാളായിട്ട്. അതായത്
ആ ഒരു ലൈഫ് സ്റ്റോറിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ കടന്നു പോയ കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിലേക്ക് വരും. അതിനെ ഒന്നും ജഡ്ജ് ചെയ്യാതെ അതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് പിന്നെയും എവിടെയാണ് നമ്മൾ എനർജറ്റിക്കലി ഈ ട്രോമാസിനെ നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ ഇനിയും സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് ബോഡീനെ അലൈൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബോഡീനെ അലൈൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സൈലൻ്റ് ആയിട്ട് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളിലൂടെ കടന്നു വരുന്ന പല സിറ്റുവേഷൻസിലുള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ആ ഒരു ദിവസം എൻ്റെ 10ാം വയസ്സിൽ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ ഹെസിറ്റേറ്റ് ചെയ്യാതെ അക്യുറേറ്റ്ലി അത് അക്സെപ്റ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഫോർഗീവ്നെസ് കൊടുക്കുക. നമുക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ വോയിസ് എടുത്തിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. ഫോർഗീവ്നെസ് കൊടുക്കുക. സെൽഫായിട്ട് സംസാരിക്കുക. അതായത് സെൽഫ് ടോക്ക് വളരെ അധികം അനിവാര്യമാണ് സ്പിരിച്വൽ ജേർണിയിൽ. അതേപോലെ തന്നെ എപ്പോഴും നമ്മുടെ 2 ഷോൾഡേഴ്സിൻ്റെ അടുത്തും ജസ്റ്റ് ആ ഒരു നമ്മളുടെ കയ്യിൽ, അതായത് ഉള്ളം കയ്യിൽ നമുക്ക് ചക്രാസ് ഉണ്ട്, പാം ചക്രാസ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ഹീലറാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചക്രാസ് ത്രൂ ആണ് നമ്മൾ പലപ്പോഴും വെളിയിലേക്ക്, അതായത് മറ്റൊരാൾക്കോ നമ്മൾക്കോ ഒക്കെ ഹീലിംഗ് കൊടുക്കുമ്പം എനർജീനെ നമ്മൾ ട്രാൻസ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രേഖയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈവെക്കുന്നത്, സെയിം വേ. ഇനി രേഖ പഠിച്ചിട്ടില്ലാത്തവർക്കും ഇത് ചെയ്യാം. യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയിലൂടെയാണ് നമ്മൾ ഹീലാവുന്നത്. അപ്പോൾ ആ 2 കൈ കൊണ്ടും നമ്മുടെ 2 ഷോൾഡേഴ്സിലും, അതായത് റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഷോൾഡറും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഷോൾഡറിനെയും കുറച്ചൊന്ന് എപ്പോഴും, അതായത് രാവിലെയും വൈകിട്ടും ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പം ഒത്തിരി വിഷമത്തിലിരിക്കുമ്പം വേറൊരാൾ വന്ന് നമ്മളുടെ ഷോൾഡറിലൊന്ന് തട്ടിയിട്ട് അത് സാരമില്ല പോട്ടെ, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വരാറുണ്ട്. അതിലൊക്കെ ദ സെയിം വേ സെൽഫായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുക. അത് ഓക്കെ ആണ്, ഗോ ത്രൂ ആയ കാര്യങ്ങൾ അക്സെപ്റ്റബിൾ ആണ്, അതിൽ നിന്നും ലെസൺസ് പഠിച്ചുകൊണ്ടാണ് നമ്മളൊക്കെയും ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ജേർണിയിൽ ഇവിടെ ഉള്ളതെന്നുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ബോഡിയുടെ എല്ലാ നെർവ്സും നമ്മളുടെ ഉള്ളം കൈയിലും കാൽപാദത്തിലും കണക്റ്റഡ് ആണ്. അതായത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എല്ലാ കണക്ടിവിറ്റിയും നമുക്ക് നമ്മളുടെ കാൽപാദത്തിലുണ്ട്, കൈവെള്ളയിലുണ്ട്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് കാലിൻ്റെ വെള്ള മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊത്തിരി റിലാക്സ്ഡ് ആയിട്ട് തോന്നും. കാരണം നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കും കൂടെയാണിത്. സോ ദാറ്റ് നമുക്ക് സ്ലീപ്പിംഗ് പാറ്റേൺസിൽ പ്രശ്നമുണ്ടെങ്കിൽ, ഒത്തിരി ആങ്സൈറ്റി ഉള്ളവരാണെങ്കിൽ, ഈ ആങ്സൈറ്റിയും പ്രോക്രാസിനേഷനും ഓവർ തിങ്കിങ്ങും ഒക്കെ വരുന്നത് ഈ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് കാമാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ നെർവസ് സിസ്റ്റം സ്റ്റിൽ കാം ആവാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നും ആ കാൽവെള്ളയിൽ മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉറങ്ങുന്നതിന് മുമ്പ്. ആൻഡ് എപ്പോഴും ഒരു പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഐ ആം സേഫ്, ഐ ആം സെക്യൂർ, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഇങ്ങനത്തെ. കാരണം എഗെയിൻ ഇത് റിലേറ്റഡ് ടു റൂട്ട് ചക്രയാണ്. ആ ഒരു സേഫ്റ്റി നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇന്നർ ചൈൽഡിൽ ഫീൽ ആവാത്തത് കൊണ്ടാണ് ഈ നെർവസ് സിസ്റ്റം ഇത്രയും റിയാക്റ്റീവ് മോഡിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അറിയില്ല. അതുകൊണ്ട് സോ ഇങ്ങനത്തെ അഫർമേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം സേഫാണ്. അതിൻ്റെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ആക്കുക. പിന്നെ ഒത്തിരി നമുക്കങ്ങ് ആങ്സൈറ്റി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ്, റിയാക്റ്റീവ് മോഡ് നമ്മളിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഇമോഷണലി തോന്നുന്നുണ്ടെങ്കിൽ, ഭൂമിദേവി ഗ്രൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ ഭൂമിദേവിയിലൂടെ നമ്മളിലേക്ക് വരുന്ന ആ ഒരു വേരുകൾ, അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട്, ഒരു താമരപ്പൂവിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഫെതേഴ്സിൻ്റെ ഉള്ളിലാണ് ആ ഫ്ലവർ വന്നിരിക്കുന്നത്.
മദർ എർത്തിൽ നിന്നാണെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് പലപ്പോഴും ചെയ്യുമ്പോൾ ആ ഒരു മൊമെൻറ്റ് തേർഡ് ഐ ചക്രയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് 2 തൊട്ട് 3 മിനിറ്റ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ നാച്ചുറലി നമ്മൾ കാം ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മളുടെ മൈൻഡും ബോഡിയും സോളും അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അലൈൻഡ് ആകുമ്പോഴാണ് നമ്മളൊരു ഇൻഫിനൈറ്റ് ബീയിങ് ആണ്, അതായത് ഇൻഫിനൈറ്റ് പോസിബിലിറ്റി ഉള്ള ഒരു ബീയിങ് ആണ്, ഒരു സോളാണെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക്, ഒരു അവെയർനെസ്സിലേക്ക് വന്നിട്ട് ആ ഒരു അവെയർനെസ്സിനെ 3D ലൈഫിലേക്ക് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു അവെയർനെസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ കാമാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു സറണ്ടർ സ്റ്റേജിലേക്ക് നമ്മുടെ ജേർണീനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് സെപ്പറേറ്റായിട്ട് നെർവസ് സിസ്റ്റത്തിനെ കാമാക്കണം, സെപ്പറേറ്റായിട്ട് ഇമോഷണൽ ട്രോമാസിനെ ഹീലാക്കണം, സെപ്പറേറ്റായിട്ട് എൻ്റെ മൈൻഡിനെ കാമാക്കണം എന്നുള്ളതല്ല. ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ് എനർജീസ്. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് ഈ ഒരു ഭാഗം, കാരണം ബോഡി പലപ്പോഴും ആ ഒരു പലപ്പോഴും കുഞ്ഞിലെ തൊട്ടേ ആ ഒരു സേഫ്റ്റി ഫീലായി കാണില്ല പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നപ്പം. അതിനെ ഹീൽ ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മളുടെ ലൈഫിൽ നമ്മളെ ഹയസ്റ്റ് ഗുഡിനായിട്ടുള്ള പല കാര്യങ്ങളെയും അബണ്ടൻസിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.